ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഇത് ഓഗസ്റ്റ് മന്തിനൊന്ന് ഷോർട്ടാക്കി പറയുവാണ്. ഇതിപ്പോൾ ഓഗസ്റ്റ് 13 ആയി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ റെസണേറ്റഡ് ആകുന്നുണ്ടോ എന്നുകൂടി അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നൊക്കെയാണ് നോക്കുന്നത്. മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓഗസ്റ്റ് മന്ത് മാറ്റങ്ങളുടെ മാസം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ റെപ്പറ്റീഷൻ തന്നെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഓക്കെ ഡിയർ. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് തുടക്കത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, നിരാശ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് പ്രതീക്ഷിച്ച വരുമാനം കിട്ടാതെ വന്നിട്ടുണ്ടാകാം. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം കിട്ടാതെ വന്നിട്ടുണ്ടാകാം. ശാരീരിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട് ഒക്കെയും ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ ആരോഗ്യമൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാലും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ സ്വയം അംഗീകരിക്കുന്നു. എന്നിട്ട് ഈ സാഹചര്യം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നു. ഇത്രയധികം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും നിങ്ങളുടെ ആന്തരിക ശക്തി ഉപയോഗപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഒരു കഴിവിനെ നിങ്ങൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മുൻപ് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക അച്ചടക്കം നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കാരണം നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ സാമ്പത്തികം എങ്ങനെ വിനിയോഗിച്ചു എന്നൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയും കൃത്യമായ രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ഒരു ധാരണ കൊണ്ടുവരികയും അത്തരത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും സാധിക്കും. നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ ക്ഷമ, അനുകമ്പ, പരസ്പര ധാരണ എന്നിവ പുലർത്തും. ബന്ധങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ആ ലോങ് വീഡിയോ ഒന്ന് പോയി കാണും. ഓക്കെ അല്ലയാ. പിന്നെ നിങ്ങൾക്ക് ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, വൈകാരികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതായത് ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ട് കുറച്ച്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട്, പിന്നെ നിങ്ങൾ ഈ എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും നിങ്ങൾ ഒടുവിൽ ഈശ്വരനിലേക്ക് നിങ്ങൾ അടുക്കുകയും അവിടെ നിങ്ങൾ ആത്മീയപരമായിട്ട് ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കുന്നുണ്ട്. ആ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറി, വൈകാരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറി അവസാനം നിങ്ങൾ ആ ഒരു ആത്മീയ ജ്ഞാനത്തിലേക്കും കൂടി എത്തിച്ചേരുന്നുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആത്മീയ വളർച്ചയുണ്ടാകുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക്, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്ക് അതിനനുസരിച്ചുള്ള ഫലം കിട്ടിത്തുടങ്ങുന്നുണ്ട്. കരിയറിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ലീഡറായിട്ട് വരുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ ഒരു സഹായം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടും വരുന്നുണ്ടാകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മേഖലയിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പഠിക്കേണ്ടിയൊക്കെ വരുന്നുണ്ടാകാം. ബന്ധങ്ങളിൽ നിങ്ങൾക്കൊരു വിവാഹത്തിനോ അതല്ലെങ്കിൽ പ്രതിബദ്ധതയുള്ള ഒരു ബന്ധത്തിനോ സാധ്യതയുണ്ട്. അത് ഒരു ലവ് റിലേഷൻഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ട്. ചെറിയ തോതിലാണെങ്കിലും അത് കൺസിസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതിനുവേണ്ടി പരമ്പരാഗതമായ രീതി ഉപയോഗിക്കുന്നുണ്ട്. മേ ബി ആയുർവേദിക് ഒക്കെ ആയിരിക്കാം. അത്തരത്തിൽ നിങ്ങൾ വളരെ ഈ ഒരു മാസം തുടങ്ങിയപ്പോൾ വളരെയധികം ശാരീരികമായും മാനസികമായും ഒക്കെയും തളർന്നിരുന്ന ഒരു വ്യക്തി അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന് ആത്മീയ വളർച്ച കൂടി നേടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മുൻകൂട്ടി കൺഗ്രാറ്റ്സ് പറയുന്നു. നിങ്ങൾ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടും ദൈവവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോവുക. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. റിലേഷൻഷിപ്പ് റീഡിങ്ങോ കരിയർ റീഡിങ്ങോ ഹെൽത്ത് റീഡിങ്ങോ എന്താണെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, ആ ഒരു വ്യക്തി തിരിച്ചു വരുമോ എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ കാശ് കടം കൊടുത്തിട്ടുണ്ട്, ആ കാശ് തിരിച്ച് കിട്ടുമോ എന്നറിയണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് തരം റീഡിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ കഴിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്.